അപ്പോൾ ഒരു 10 ദിവസത്തേക്കാണ് കേട്ടോ ഞാനിതിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ കൈവിരൽ വെച്ചിട്ട് ഇതുപോലെ തലയിലൊന്ന് തേച്ച് കൊടുക്കുക, നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ തുണി ഉപയോഗിച്ചിട്ടാണെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പം നന്നായിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തൊന്ന് തേച്ച് 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ മുടിയിലൊന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകി കളയാം. പെട്ടെന്ന് കിട്ടുന്ന ഒരു റിസൾട്ടാണ്. ഇത് ഉപയോഗിക്കും തോറും നിങ്ങൾക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. കാരണം അത്രയും നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊക്കെ അറിയുന്നതാണ് നമ്മുടെ മുരിങ്ങേൻ്റെ ഇല. അപ്പം ഞാനിത് ഇന്നലെ ഒടിച്ച് വെച്ചതാണ്. അപ്പോൾ ഒന്ന് തണലിൽ നിന്നിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ ഒടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മുരിങ്ങേൻ്റെ ഇല വെച്ചിട്ട് പൊടി ഉണ്ടാക്കുന്ന വീഡിയോ കുറച്ച് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ഒടിച്ച് തണലിൽ വെച്ച് കൊടുക്കുക, എന്നിട്ടൊരു 2-3 ദിവസം തണലിൽ ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് അതൊന്ന് ഉണങ്ങി വരും. എന്നിട്ടൊന്ന് അതുകൊണ്ട് വെയിലത്ത് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് മിക്സിയിലിട്ടാണ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് പൊടിയായിട്ട് കിട്ടും. അപ്പം അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളത്തിൽ കലക്കി മുടിയിൽ തേച്ച് കൊടുക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അങ്ങനെ വീട്ടിൽ വരുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവാം. അതേപോലെ തന്നെ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് മുരിങ്ങയൊക്കെ എന്നൊന്നും കിട്ടില്ല. അപ്പോൾ അവർക്കാണെങ്കിലും ഇതുപോലെ ചെയ്യാം. അപ്പം ഞാൻ ഇതേപോലെ മുരിങ്ങേൻ്റെ ഇല കുറേ കിട്ടുന്ന സമയത്ത് അങ്ങനെ ചെയ്യും കേട്ടോ. കാരണം എപ്പോഴും പോയി ഇങ്ങനെ ഒടിച്ചെടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അപ്പം ഞാൻ ഇത് ഇച്ചിരി ഒന്ന് ഉണങ്ങിപ്പോയിട്ട് 1 ദിവസം കൊണ്ട് തന്നെ ഇത് ശരിക്കും ചെറുതായിട്ടൊന്ന് വാടി നിൽക്കുക എന്നുള്ളൂ. അപ്പം അതിൻ്റെ ആ തണ്ടൊക്കെ ഒന്നും മാറ്റി കളയാം. നമ്മളിങ്ങനെ തണലിൽ വെക്കുമ്പോൾ ശരിക്കും ആ ഇല ആ ഒരു തണ്ടെന്ന് ശരിക്കും മാറി കിട്ടും കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും ഇല വേറെ മാറി നിൽക്കുന്ന കാണാം. അപ്പം ഞാനതൊക്കെ ഇലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം മുരിങ്ങ എന്താണ് അതിൻ്റെ ഗുണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല റിസൾട്ടാണ് കേട്ടോ. ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതാണ്. ഒരു സമയത്ത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഈ മുരിങ്ങ ഉപയോഗിച്ച് നമ്മൾ താളി ഉണ്ടാക്കുന്നതും അതുപോലെ മുരിങ്ങേൻ്റെ വെള്ളം ചുമ്മാ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ കിട്ടുന്ന റിസൾട്ടൊക്കെ ഒത്തിരി ആളുകൾ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ട്രൈ ചെയ്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും അതുമാത്രമല്ല നമ്മുടെ അകാലനര നന്നായിട്ട് കുറയുകയും ചെയ്യും മുടിക്ക്. ഇതിപ്പോൾ ഒരു വട്ടം നിങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. ഒരു 3-4 വട്ടം ഇങ്ങനെ കറക്റ്റായി ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം അറിയും കേട്ടോ. മുടിക്ക് ഒരു നല്ലൊരു കട്ടി തോന്നിക്കും മുരിങ്ങ. ഇനി ഒന്നും ചെയ്യേണ്ട, ചുമ്മാ ഇതുപോലെ മുരിങ്ങേൻ്റെ ഇല എടുത്ത് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് തലയിൽ തേച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി സമയമില്ലാത്തവരൊക്കെ. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. അപ്പം ഞാൻ കഞ്ഞിവെള്ളം ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഇത് പറഞ്ഞാൽ പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. തലേ ദിവസം വെച്ച് പുളിപ്പിച്ച നല്ല കട്ടിയുള്ള തിക്കായിട്ട് നിൽക്കുന്ന കഞ്ഞിവെള്ളമാണ്. അപ്പം ഞാൻ ഈ ഒരു മുരിങ്ങേൻ്റെ ഇല അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. കുറേ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എൻ്റെത് കുറച്ച് ചേർത്തപ്പോൾ ഇച്ചിരി ഏറിപ്പോയും ചെയ്തു കേട്ടോ. കാരണം ഒത്തിരി ചേർക്കണ്ട. കാരണം ഈ ഒരു കഞ്ഞിവെള്ളം ചേർക്കുന്ന സമയത്ത് പറഞ്ഞാൽ നമുക്ക് ശരിക്കും മുരിങ്ങേൻ്റെ ഇലയിലും ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് വെള്ളം കൂടി പോകും കേട്ടോ. പിന്നെ കഞ്ഞിവെള്ളം ആണെങ്കിലും നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ്. പുളിച്ച കഞ്ഞിവെള്ളം മുടിയിൽ തേച്ച് കൊടുത്ത്, അതും ഡെയിലി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കറക്റ്റായിട്ട് എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു 10 ദിവസം ചെയ്യുക. എന്നിട്ട് ഇടവിട്ട് 2 ദിവസം 3 ദിവസമൊക്കെ ഇടവിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് അരിച്ചെടുക്കണേ. അപ്പോൾ കഞ്ഞിവെള്ളം ഇഷ്ടമില്ലാത്തവർക്ക് വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പം കണ്ടോ കുറച്ച് ലൂസായിട്ട് വെള്ളമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്ര വേണ്ടെങ്കിൽ കുറച്ചെടുക്കുക. അപ്പം ഞാനിതൊരു 10 ദിവസമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തത്. പിന്നെ ഞങ്ങളുടെ ഇവിടെ എണ്ണയൊക്കെ ഇങ്ങനെയാണ് നിൽക്കുക. കുറച്ച് കട്ട പിടിച്ചായിരിക്കും കേട്ടോ എണ്ണ നിൽക്കുന്നത്. കണ്ടോ ഇതുപോലെയാണ് കേട്ടോ. അപ്പം ഞാനൊരു 1/2 സ്പൂണ് എണ്ണ, ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് തേക്കുന്ന വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണ എന്ന് പറയാൻ പറ്റില്ല, കാച്ചിയെടുത്തത്. ഇപ്പോൾ കുറേ നമ്മുടെ നീലാമ്പരി അതുപോലെ പച്ചനെല്ലിക്ക ചെറിയ ഉള്ളി അതൊക്കെ അരച്ച് തേച്ചതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഏത് ഓയിലാണ് തേക്കുന്നതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ രണ്ടാമത് ചേർത്ത എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവണക്കെണ്ണയാണ് കേട്ടോ. ഞാൻ കിട്ടും 100 ഗ്രാമിന് 40 രൂപയുള്ളൂ. അപ്പം അതിനൊരു പ്രത്യേകത ഉണ്ട്, ഭയങ്കര കട്ടിയാണ്. പക്ഷെ അതിൻ്റെ ഉപയോഗം ഭയങ്കര ഗുണമാണ് കേട്ടോ. നമ്മുടെ മുടിയിൽ കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുടി കിളിർത്ത് വരാനും മുടി നന്നായിട്ട് കട്ടി തോന്നിക്കാനും ഹെൽപ്പ് ചെയ്യേ. അപ്പോൾ ആ ഒരു എണ്ണ എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാ പച്ച വെളിച്ചെണ്ണ, നമ്മുടെ വീട്ടിലുള്ള സാധാ വെളിച്ചെണ്ണയും കൂടി ഇച്ചിരി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഞാനിതാ അതുപോലെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കാരണം ആ എണ്ണ വെള്ളത്തിലേക്ക് ചേരുമ്പോൾ ഒന്ന് മിക്സ് ആവാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഡെയിലി
ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാട്ടോ. കാരണം എങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ഇതാ ഞാൻ മുടിയിൽ ഓരോ ഭാഗം എടുത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഓയിലൊക്കെ നന്നായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുപോലെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതും കൂടി നന്നായിട്ടൊന്ന് ഇതേപോലെ ഓരോ ഭാഗം എടുത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് കഴുകി കളയുന്നുണ്ട് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ.